ദീപക് എങ്ങനെയുണ്ട്? ഓടി നടന്ന് ഇതിന്റെ തിരക്കിലാണ്. ടീഷർട്ടൊക്കെ ദീപക്കിന് മാത്രമുണ്ട് മവാസോടെ ടീക്ക്. ഇത് ഭയങ്കരമാണ്. എല്ലാവരോടും ടീഷർട്ട് ഇടാൻ പറഞ്ഞു, പക്ഷേ ഞാൻ മാത്രമേ ഇട്ടിട്ടുള്ളൂ, ബാക്കിയുള്ളവർ ഇടുന്നേ ഉള്ളൂ. അത് ഭയങ്കരമായി പോയി ഒറ്റയാള്. കാരണം ലീഡർ തന്നെ അതിനകത്ത് ഇതൊക്കെ ഇട്ട് വളരെ മാതൃകാപരമായി രാവിലെ നിൽക്കുകയാണ്. എങ്ങനെയുണ്ട് അതിനൊക്കെ അപ്പുറം ഇതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ എന്താ പറയുന്നത്, അതിൻ്റെ ഒരു പറക്കലാണോ ഇന്ന് നടക്കാൻ പോകുന്നത്? തീർച്ചയായും നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയൊരു പ്രതികരണമാണ് ഈ സ്റ്റാർട്ടപ്പ് കമ്മ്യൂണിറ്റിയുടെ ഭാഗത്തു നിന്ന് ഈ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് കിട്ടിയിരിക്കുന്നത്. നമുക്ക് പിച്ചിങ് കോമ്പറ്റീഷൻ നമ്മൾ ഒരു 200ഓളം ആണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതെങ്കിൽ 200-ലധികം ആളുകൾ പുതിയ ആശയങ്ങൾ അല്ലേ, അത് വ്യത്യസ്തമായ 5 മേഖലകളിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് സെലക്ട് ചെയ്യും. ഇന്ന് ലെവൽ 2 മത്സരമാണ് നടക്കുന്നത്. നമ്മൾ ആദ്യം ഒരു ഇവാലുവേഷൻ നടത്തി അതിൽ നിന്ന് കുറച്ച് പേരെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ നിന്ന് 25 പേരെ നമ്മൾ വീണ്ടും സെലക്ട് ചെയ്ത് നാളത്തേക്ക്, അത് നാളെ ഫൈനൽ മത്സരമാണ്. അതിൽ നിന്ന് ടോപ്പ് 5 ആൾക്കാർക്കാണ് നമ്മൾ സമ്മാനമായിട്ട് വിതരണം ചെയ്യുന്നത്. ഇവർക്ക് ഈ സമ്മാനത്തിനപ്പുറം അവർക്ക് ആ ആശയത്തെ ഒരു സ്റ്റാർട്ടപ്പിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കൊടുക്കുന്ന സപ്പോർട്ട് സിസ്റ്റം എന്തായിരിക്കും? ഒന്നാമതായി ഈ ഫെസ്റ്റിവലിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള ഇൻവെസ്റ്റേഴ്സ് പങ്കെടുക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. അവർക്ക് ടേക്ക് ഓവർ ചെയ്യാം, അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ എല്ലാവിധ പിന്തുണയും, അതിൻ്റെ തുടക്കം മുതൽ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ CEO അനു അംബിക സാറായാലും സ്റ്റാർട്ടപ്പ് മിഷനിലെ ജീവനക്കാരായാലും വലിയ രീതിയിലുള്ള പിന്തുണയാണ് നമുക്ക് ഈ ഫെസ്റ്റിവലിന് വേണ്ടി തരുന്നത്. അതുകൊണ്ട് തന്നെ അവർ എന്തൊക്കെയാണ് ഗവൺമെൻറ്റിൽ നിന്ന് സപ്പോർട്ട് ഇതിന് കിട്ടുക. ഓക്കെ, പിച്ചിങ് എന്താണെന്നുള്ളത് മനസ്സിലായി. ഞാനപ്പോൾ ഒരു കാര്യം ചോദിച്ചാൽ, ഇവിടെ സ്പോട്ട് രജിസ്ട്രേഷൻ കാണുന്നുണ്ട്. ലൈവ് രാവിലെ കണ്ടിട്ട് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് തോന്നും ഇന്നും നാളെ ഉണ്ട്, എന്നാൽ തിരുവനന്തപുരത്തേക്ക് പോയി കളയാം, ഇതിൽ പങ്കെടുക്കാം എന്ന് വിചാരിച്ച് ഇവിടെ വന്നാൽ നിങ്ങൾ കയറ്റുമോ? നിങ്ങൾ അവരെ ഉൾക്കൊള്ളുമോ? തീർച്ചയായും കയറ്റും. നമ്മൾ രജിസ്ട്രേഷൻ നേരത്തെ ഉൾപ്പെടുത്തേണ്ട ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ വരുന്ന ഡെലിഗേറ്റ്സിന് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്പോട്ട് രജിസ്ട്രേഷൻ വരുന്നവർക്ക് പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് യാതൊരു തടസ്സമില്ല, പക്ഷെ അവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് സംഘാടകരെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. കാരണം അത് ലാസ്റ്റ് മിനിറ്റിൽ കൂടിയാൽ കൈകാര്യം ചെയ്യാം. പക്ഷെ ഉള്ളത് തുറന്നു പറയുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട് കേട്ടോ. പക്ഷെ അതിനപ്പുറം, ഭക്ഷണത്തിനപ്പുറം നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നുള്ള ഒരു പ്രധാന കാര്യമാണ്. അതിലേക്ക് ഇങ്ങനെ വളരെ സജീവമായിട്ട് ഏതായാലും ഈ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഓർഗനൈസറുടെ തിരക്ക് പിടിച്ച സമയത്ത് ഞാൻ ഇനി ഇതിൽ കൂടുതൽ കില്ല് ചെയ്യുന്നില്ല. നടക്കട്ടെ. താങ്ക് യു ദീപക്.